ഹായ് എവ്രി വൺ, വെൽക്കം ടു ബേബീസ് മാജിക് ഡെസ്ക്. ഇതുപോലൊരു സ്റ്റൈലിഷ് ഗാലക്സി കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഗാലക്സി മിറർ ഗ്ലേസിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അതായത് നോർമൽ മിറർ ഗ്ലേസിൽ നമ്മൾ എങ്ങനെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഗാലക്സി മിറർ ഗ്ലേസ് ആക്കി ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചോക്ലേറ്റ് കേക്കാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് നമ്പർ കേക്ക് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കപ്പ് മെഷർമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഹാഫാക്കി ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് അതിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇതിവിടെ ഞാൻ 3 സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു 7.5 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അതിനെ 3 സ്ലൈസ് ആക്കി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ക്ലിംഗ് ഫിലിമിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഞാനിതുപോലെ കേക്ക് ഓർഡറൊക്കെ വരുമ്പോൾ തലേ ദിവസം തന്നെ സ്പഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇതുപോലെ ഓരോ ലെയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. വെറുതെ ഓപ്പണാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ആ മോയ്സ്ചറൊക്കെ പോയി ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ കേക്കിൻ്റെ ലെയേഴ്സ് ഫില്ല് ചെയ്യാൻ ഞാൻ വിപ്ഡ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കവറിങ്ങിന് ചോക്ലേറ്റ് ഗനാഷിൻ്റെ പ്രിപ്പറേഷനും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 2:1 റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും എടുത്തിട്ടുള്ളത്. അത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കുറച്ച് സമയം വെച്ചിരുന്നാൽ ഇതുപോലെ കട്ടിയായി കിട്ടും. നമുക്ക് പൈപ്പബിൾ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ അതെടുത്ത് യൂസ് ചെയ്യാം. ഇനി ഓവർനൈറ്റ് വെച്ചിരുന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. അത് ഇത്തിരി കൂടുതൽ കട്ടിയായി പോയി തോന്നുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഒക്കെ ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിലർ യൂസ് ചെയ്താലും മതി. ഡയറക്റ്റ് ഹീറ്റ് കൊടുക്കരുത്. ഡയറക്റ്റ് ഹീറ്റ് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് ബേൺ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒരു ടേസ്റ്റും ഒക്കെ മാറും. പിന്നെ വിപ്ഡ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പാണ് കേട്ടോ. 1/2 കപ്പ് എടുത്താൽ തന്നെ നമുക്ക് ഫില്ലിങ്ങിനുണ്ടാവും. കാരണം 2 ലെയറിനകത്തെ ഫില്ലിങ് വരുള്ളൂ. 3ാമത്തെ ലെയർ ടോപ്പ് ലെയർ അല്ലേ. ചോക്ലേറ്റ് ഗനാഷും വിപ്ഡ് ക്രീമും എല്ലാം പൈപ്പിംഗ് ബാഗിലാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പഞ്ചസ് എടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഓരോ ലെയേഴ്സായിട്ട് പ്ലേസ് ചെയ്യുക. പിന്നെ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഷുഗർ സിറപ്പ് ചേർത്ത് സ്പഞ്ചൊക്കെ നന്നായി വെറ്റ് ചെയ്യണം. അതുപോലെ ഗനാഷ് കേക്കിന് ഞാൻ എപ്പോഴും ഒരു ലെയർ ചോക്ലേറ്റ് ഗനാഷ് എഡ്ജിലൂടെ പൈപ്പ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് അകത്ത് ക്രീം കൊടുക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലെയേഴ്സൊക്കെ പ്ലേസ് ചെയ്ത് ഒന്നിച്ച് കവർ ചെയ്യുമ്പോൾ ഗനാഷിൽ കവർ ചെയ്യുമ്പോൾ അകത്തുള്ള ക്രീമൊന്നും പുറത്തോട്ട് വരില്ല. എഡ്ജിൽ ഇതുപോലെ ഒന്ന് ഗനാഷ് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഹോം മെയ്ഡ് പുഡിങ് ചേർക്കാം, അല്ലെങ്കിൽ വിപ്ഡ് ക്രീം കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഫ്രൂട്ട് ക്രഷോ ഫ്രൂട്ട് സോസോ ജാം ജെല്ലി പോലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ലെയേഴ്സ് സെറ്റ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ഒരേ തിക്നെസ്സിൽ കേക്കിന് ചുറ്റും ഗനാഷ് കൊണ്ടൊന്ന് കവർ ചെയ്യണം. മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്പാച്ചുലയും സ്ക്രേപ്പറൊക്കെ യൂസ് ചെയ്ത് ഗനാഷിനെ പറ്റുന്നത്ര നീറ്റാക്കി ലെവലാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ടർ സർഫസ് നിങ്ങൾക്ക് ഈ ഗനാഷ് തിക്കായി പോയതുകൊണ്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാൻ പറ്റണില്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് ഗനാഷ് എടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്യുക. ഒരു 10 സെക്കൻഡൊക്കെ മൈക്രോവേവ് ചെയ്താൽ മതി. കൂടുതൽ മെൽറ്റാക്കരുത്. ഒന്നങ്ങ് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൽ സ്പാച്ചിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ഇതിൻ്റെ സർഫസിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിനെ ഫ്രീസറിലോട്ട് മാറ്റണം. എപ്പോഴും ഗ്ലേസ് ഒഴിക്കാനുള്ള കേക്കിന് ഞാൻ കേക്കിൻ്റെ അതേ സൈസിലുള്ള ഒരു ബേസ് വെക്കാറുണ്ട്. അപ്പോൾ ഗ്ലേസ് ഒഴിക്കുമ്പോൾ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലൊരു പെർഫെക്റ്റ് ലുക്കിംഗ് മിറർ ഗ്ലേസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് നോക്കാം.
അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കപ്പ് വാട്ടർ, 1½ കപ്പ് ഷുഗർ, 1 കപ്പ് ലിക്വിഡ് ഗ്ലൂക്കോസ്, 28 ഗ്രാം ജെലാറ്റിൻ, 2 കപ്സ് വൈറ്റ് ചോക്ലേറ്റ്, 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ്, ജെലാറ്റിൻ പൗഡറിന് പകരം ജെലാറ്റിൻ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ജെലാറ്റിൻ ഷീറ്റ് 4 ഗ്രാംസ് വരുന്നുണ്ട്, അതുകൊണ്ട് 7 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ, വാട്ടർ, ലിക്വിഡ് ഗ്ലൂക്കോസ്. ആദ്യം തന്നെ നമ്മൾ ജെലാറ്റിൻ ഷീറ്റ്സ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ജെലാറ്റിൻ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളിതുപോലെ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് ബ്ലൂം ചെയ്യാൻ വെക്കണം. ഇനി ആദ്യം ചേർക്കേണ്ട 3 ഇൻഗ്രീഡിയൻസ് ഷുഗർ, വാട്ടർ, ലിക്വിഡ് ഗ്ലൂക്കോസ്. ഈ 3 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന പാനിൽ ഒഴിച്ചു കൊടുക്കുക. ഷുഗറും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിക്വിഡ് ഗ്ലൂക്കോസും കൂടെ ചേർത്ത് കൊടുക്കുക. ലിക്വിഡ് ഗ്ലൂക്കോസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്പൂണിലൊക്കെ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളം ചൂടായി വരുന്ന വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ഒന്ന് വിട്ടു പോന്നോളൂ. ഈ റെസിപ്പിയിൽ ലിക്വിഡ് ഗ്ലൂക്കോസിന് പകരം നിങ്ങൾക്ക് കോൺ സിറപ്പും യൂസ് ചെയ്യാം കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയുടെ തരികളൊക്കെ നന്നായിട്ട് ഈ ലിക്വിഡിൽ ഡിസോൾവ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ലിക്വിഡൊക്കെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ അതിൽ ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലൂം ചെയ്യാൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ ഡിസോൾവ് ആയി വരട്ടെ. അതുവരെ ഇതൊന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ജെലാറ്റിനും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാൻ. ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിൽ തന്നെ വൈറ്റ് ചോക്ലേറ്റ് നമുക്കിതിൽ മെൽറ്റായി കിട്ടും. ഇനി ഇതിൽ വല്ല തരികളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതിലെ തരികളൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സാക്കി എടുക്കാൻ പറ്റും. അതില്ലെങ്കിലും ആ ചൂടുള്ള ലിക്വിഡിൽ ചോക്ലേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായിക്കോളും. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാൻ മറക്കരുത്. കാരണം ചോക്ലേറ്റിൻ്റെ തരികൾ പെട്ട് കഴിഞ്ഞാൽ ഗ്ലേസ് ഒഴിക്കുമ്പോൾ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ബ്ലെൻഡർ ഉപയോഗിച്ചാലും നിങ്ങളിതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലേസിനെ ഞാൻ ഒരു 5 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാലക്സി മിറർ ഗ്ലേസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 കളേഴ്സ് എടുത്തിട്ടുണ്ട്. നേവി ബ്ലൂ, ബ്ലാക്ക്, പർപ്പിൾ, ടീൽ, പിങ്ക്. ആദ്യം ഞാൻ ഈ വലിയ ബൗളിൽ 1-2 ഡ്രോപ്പ് ബ്ലൂ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു ഡ്രോപ്പ് ബ്ലാക്കും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ബൗളിൽ ബ്ലൂ മാത്രം ഒരു ഡ്രോപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കളേഴ്സ് ഒരിക്കലും ഒന്നിച്ച് ചേർക്കരുത്. ആവശ്യത്തിന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ബൗളിൽ ടീലാണ് ഞാൻ ചേർക്കുന്നത്. അതായത് ഒരു ബ്ലൂ ഗ്രീൻ കളറാണ്. അതും നന്നായിട്ട് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചേർക്കുന്നത് പർപ്പിളാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് പിങ്കിൻ്റെ ഒരു ഡ്രോപ്പും കൂടെ ആഡ് ചെയ്ത് ആ ബൗളിലും കൂടെ ഒന്ന് കളറൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ആദ്യത്തെ ബൗളിൽ ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്ലേസിലേക്ക് ഈ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഓരോ കളറും നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് കളറായിട്ട് യൂസ് ചെയ്യുന്നത്, ബേസിക് ഗ്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് കൊണ്ട് ചെറുതായിട്ട് ഇഫക്റ്റൊക്കെ വരുത്തുന്നുള്ളൂ. ഇനി നമ്മൾ ഷാർപ്പ് എഡ്ജ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതുപോലൊരു ബൗളോ കപ്പോ എന്തെങ്കിലുമൊക്കെ കമഴ്ത്തി വെച്ച് താഴെ ഒരു ട്രേയും വെച്ച് കൊടുത്ത് ഗ്ലേസ് ഒഴിക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. ഗ്ലേസ് കേക്കിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിനൊരു 28-29 ഡിഗ്രി ചൂടേ പാടുള്ളൂ. ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സ്മൂത്ത് ഫിനിഷായി കിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഗനാഷ് മെൽറ്റായി കേക്കിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിപ്പോകും. അപ്പോൾ ഒരു
ഒരു വാംനെസ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കേക്കിൽ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട കളേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട രൂപത്തിലുള്ളൊരു ഫിനിഷിങ് ആക്കിയെടുക്കുക. ഞാൻ ഈ റെസിപ്പിയിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് വെച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ഗ്ലേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും 2 കേക്ക് ഇതുപോലെയുള്ള 2 കേക്ക് ഗ്ലേസ് ചെയ്യാനുള്ള ഗ്ലേസ് ഉണ്ടാകും. പക്ഷേ ഞാനിവിടെ അത് ഒന്നിച്ചൊഴിച്ചിട്ടുള്ളത് അത് നല്ല സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു മിറർ ഇഫക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. സ്പാച്ചുല വെച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടില്ല. ഇനി എക്സസ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുന്ന ഗ്ലേസ് എല്ലാം കൂടെ വേസ്റ്റായി പോകുമല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഗ്ലേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ വൈറ്റ് കളർ എടുത്ത് ഒന്ന് സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പാറ്റേൺസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ബ്രഷ് എടുത്തിട്ടൊന്ന് ഒരു സ്റ്റാർ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്ലാഷ് ചെയ്ത് കൊടുത്താൽ മതി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോക്സുകളിലാക്കിയിട്ടാണ് ബാക്കിയുള്ള ഗ്ലേസ് സ്റ്റോർ ചെയ്യുന്നത്. ഗ്ലേസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ താഴെയുള്ള എഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്പാച്ചുല വെച്ചൊന്ന് വടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ കേക്ക് ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കേക്കിൻ്റെ അതേ സൈസ് ഉള്ളൊരു കേക്ക് ബോർഡ് ഗ്ലേസ് കേക്ക് ചെയ്യുമ്പോൾ ഞാൻ താഴെ വെക്കാറുണ്ടെന്ന്. അപ്പോൾ അത് ഇതിൽ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോർഡ് ഈ മെയിൻ ബോർഡുമായിട്ട് നന്നായിട്ട് ഒട്ടി നിന്നോളും. കേക്ക് മൂവ് ആവാതിരിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിതുപോലൊരു ഷുഗർ ഡെക്കറേഷൻ്റെ ടോപ്പർ വെക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അത് ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ടുള്ളത്. ഈ ഗാലക്സി കേക്കിൻ്റെ കളറിന് മാച്ചാവുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഈ ടോപ്പറിനും കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. മിറർ ഗ്ലേസ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഡിസയേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒഴിച്ച് വരുമ്പോൾ അങ്ങനെ ആയി പോണതാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തപ്പോൾ ആ കോൺസ്റ്റലേഷനൊക്കെ ആ സ്റ്റാർസിൻ്റെ പാറ്റേണൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് പെർഫെക്റ്റായിട്ട് വന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ വെച്ചിട്ടുള്ള കേക്ക് ടോപ്പറിൻ്റെ മിറർ ഇഫക്റ്റ് നിങ്ങൾക്ക് കേക്കിൻ്റെ ടോപ്പിൽ നന്നായിട്ട് കാണാൻ പറ്റും. അത്രയും നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന നല്ലൊരു മിറർ ഗ്ലേസ് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. Thank you so much for watching Baby's Magic Desk. See you soon with another video. Until then, take care and bye.